പക്ഷെ പുള്ളിക്കാരിക്ക് എന്തൊരു സഹായം ചെയ്തു കൊടുക്കുന്നതിൽ എനിക്ക് വലിയ വലിയ സന്തോഷം. സന്തോഷം. അന്നേരം ആരെങ്കിലും ഒക്കെ ഒന്ന് അമ്മയെ സഹായിക്കാൻ പറ്റി കടയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചെടുത്ത വലിയ ഉപകാരം അല്ലേ? അതല്ലേ അമ്മ എന്നോട് പറഞ്ഞ ആവശ്യം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത ആളെ ഒരു ചെറിയൊരു സഹായത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ സഹായം ചോദിക്കുന്നത്. ആദ്യത്തെ ഒരു 1.5 വർഷത്തിന് മുമ്പായിരുന്നു. അത് ഭംഗിയായിട്ട് എനിക്കൊരു ദുബായിലൊരു ചേട്ടൻ സാധിച്ചു തന്നായിരുന്നു. ഇപ്പൊ ഏതായാലും ഇപ്പൊ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാനിപ്പം എൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് 500 രൂപയും, ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് 100 രൂപയും, 2 ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് 200 രൂപയും എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തു വന്ന കൂട്ടത്തിൽ 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്യാൻ ബാക്കിയാണ്, സമയക്കുറവ് കാരണം അത് ചെയ്തില്ല. അങ്ങനെ 4ാമത്തെ ഒരു പെട്ടിക്കടയിൽ ഒരു അമ്മ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ആകെ സങ്കടമായി. അമ്മയ്ക്ക് വേറൊന്നുമല്ല, അവിടുത്തെ കുറച്ച് നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് 33ാം വാർഡ് വികസന സമിതിയുടെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ഒരു പെട്ടിക്കട കിട്ടി. എന്നാൽ ആ പെട്ടിക്കട നിറച്ച് സാധനം മേടിച്ചൊന്ന് കൊടുക്കാവുന്ന അമ്മയുടെ ആവശ്യം. അന്നേരം എന്നെ കൊണ്ട് സാധിക്കാത്തതിൻ്റെ പേര് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അന്നേരം ഞാൻ ഈ പ്രൈസിലൂടെ കൊടുക്കാൻ വെച്ചിരുന്ന 500 രൂപ കൊടുത്ത് അമ്മയ്ക്ക് തന്നെ കൊടുക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു. പിന്നെ അല്ലാതെ അത് സാധനം നിറച്ച് മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം എൻ്റെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാനങ്ങ് മേടിച്ചു കൊടുത്തന്നെ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്ന് ഒന്ന് സഹായിച്ചാൽ ആ കട നിറച്ച് സാധനം മേടിച്ചു കൊടുത്ത് നമുക്ക് 2ാമതൊരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അത് അമ്മയ്ക്കൊരു വലിയൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് വന്ന് നമുക്കത് ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. നമുക്കൊന്നും ചെയ്യുന്ന കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തതാണ്, വീട്ടിലും സുഖമില്ലാത്ത ആരൊക്കെയുള്ള. നമ്മൾ നേരത്തെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സുഖമില്ലാതെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അവിടെയുള്ള കുറച്ച് നല്ല ആളുകൾ 33ാം വാർഡ് വികസന സമിതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പെട്ടിക്കട അമ്മയ്ക്ക് കിട്ടിയത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കടയിൽ സാധനം കൊടുത്ത് വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു ഫോണാണ് അമ്മയുടെ കയ്യിലുള്ളത്. അതുമല്ല, ഫോൺ കൂടുതൽ കൈകാര്യം ചെയ്യാനും അമ്മയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് വന്ന് നമുക്കതൊന്ന് ചെയ്തു കൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മാത്രം മതി. വേറൊന്നും വിചാരിക്കേണ്ട. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് ഒന്ന് സഹായിക്കണം. ഈ നമ്മുടെ കട വരുന്നത് നമ്മുടെ കായംകുളത്തിന് തെക്ക് KPSC ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വടക്കോട്ട് വരുമ്പോൾ, എന്ന് വെച്ചാൽ ഹൈവേയുടെ താഴത്തെ റോഡിൽ കൂടെ വടക്കോട്ട് വരുമ്പോൾ പടിഞ്ഞാറേ സൈഡിലായിട്ടാണ് നമ്മുടെ കട വരുന്നത്. ആർക്കെങ്കിലും നേരിട്ട് പോയി സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതും നല്ലതായിരിക്കും. എങ്ങനെങ്കിലും ഒന്ന് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് സഹായിക്കണം. എല്ലാവരും ആരും ഒന്നും വിചാരിക്കരുത്.